എനിക്ക് സ്കൂൾ വിദ്യാർത്ഥി ഒന്ന് ആഞ്ഞടിക്കുന്നുണ്ട്. ഇടുക്കി അവധി ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പറയൂ പ്ലീസ് എന്ന് ആചരിക്കുന്നത് സൂര്യ. നമ്മുടെ രാഹുലിനോട് ചോദിച്ചു നോക്കാം. രാഹുൽ, ഗുഡ് മോർണിംഗ്. അവധി ഉണ്ടോ എന്ന് കുറെ പേര് ചോദിക്കുന്നു. ശക്തമായ പറയൂ പ്ലീസ് രാഹുൽ, ഇടുക്കിക്ക് അവധി ഉണ്ടോ? പ്ലീസ് പറയൂ. രാവിലെ കേൾക്കാവോ? അവിടെ നല്ല മഴയാ. രാവിലെ ഇവിടെ സൂര്യ എന്നൊരു കുട്ടി ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറയോ പ്ലീസ്, ഇടുക്കിക്ക് അവധി ഉണ്ടോ? പ്ലീസ് പറയോ. ഹാഷ്മി, നിലവിൽ ഇടുക്കി ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള മഴ ഇന്നലെ പെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി ജില്ലയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കട്ടപ്പനയിലാണെങ്കിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതൊരു ആശങ്കപ്പെടുന്ന അളവിലേക്ക് നിലവിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ പലയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഈ ചില പ്രദേശങ്ങളിലൊക്കെ മരം ഒടിഞ്ഞു വീണ് ചില വൈദ്യുതി ബന്ധങ്ങളൊക്കെ തകരാറിലായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി KCB ഉടൻ തുടങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത്ര കണ്ട് ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യുതി നഷ്ടം അല്ലെങ്കിൽ നാശനഷ്ടമല്ല ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ചെറു ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കല്ലാർകുട്ടി, പാമ്പള ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ ഇന്നലെ വൈകിട്ട് തന്നെ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. അതിൽ പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട്. അത് ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരളവല്ല. നിസാരമായിട്ടുള്ള ജലം മാത്രമേ പുറത്തേക്ക് ഒഴുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക. വേറെ തരത്തിലുള്ള ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മഴ ഇങ്ങനെ ശക്തമായി പെയ്യുകയാണെങ്കിൽ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും. മാത്രമല്ല പാമ്പള ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുകയും ചെയ്യും. നദികളിലൊക്കെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഡാമിലെ ജലനിരപ്പും ആശങ്കപ്പെടുന്ന അളവിലല്ല. നിലവിൽ റൂൾ കർവ് പരിധിയുടെ അടുത്തൊന്നും ജലനിരപ്പ് എത്തിയിട്ടില്ല. അത്തരത്തിലുള്ള വലിയ ആശങ്കയിലേക്കൊന്നും ഈ ചെറിയ മഴ കൊണ്ട് ഇടുക്കിയിൽ പ്രശ്നമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.